ഇതൊന്ന് കാലിലിട്ട് നോക്കൂ. കളികൾ വേറെ ലെവലാകും. നിങ്ങൾ അറിയാതെ പോയ അവിശ്വസനീയമായ കണ്ടുപിടുത്തങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, അതിനൂതനമായ സാങ്കേതിക വിദ്യകളുടെ കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ അറിയാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ അറിയാതെ പോയ അവിശ്വസനീയമായ ചില കണ്ടുപിടുത്തങ്ങളാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചെവി ക്ലീൻ ചെയ്യുന്ന ഹെഡ്ഫോൺ, സ്പെഷ്യൽ ഫുഡ് മസാജർ, ബലൂൺ ചക്രങ്ങൾ, പഞ്ചസാര നിറച്ച പേന, വിവിധ ആകൃതികളിലേക്ക് മാറാവുന്ന റോബോട്ടിക് സർജിക്കൽ എക്വിപ്മെന്റ് തുടങ്ങി വേറെ ലെവൽ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10. ഈ ഹെഡ്ഫോൺ ചെവി ക്ലീൻ ചെയ്യും. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യശീലങ്ങളിൽ ഒന്നാണ് വ്യക്തിശുചിത്വം. 2 നേരം കുളിക്കുന്നത് മാത്രമല്ല, കൃത്യമായി ഓരോ ശരീരഭാഗങ്ങളും വൃത്തിയാക്കേണ്ടതുണ്ട്. കൃത്യമായി ചെവി ക്ലീൻ ചെയ്തില്ലെങ്കിൽ പണിപാളും. കാരണം ചെവി അടഞ്ഞിരിക്കുന്നതും ചെവി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇയർബഡ്സും ഒരേപോലെ അപകടമാണ്. പലപ്പോഴും ചെവി വല്ലാതെ നിറയുമ്പോൾ ചെവി ക്ലീൻ ചെയ്യാൻ ഡോക്ടർമാരെ സമീപിക്കേണ്ടതായി വരാറില്ലേ? എന്നാൽ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി അല്പം ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്. പക്ഷേ ഈ ഓട്ടോ സെറ്റ് മൈക്രോ സക്ഷൻ ടെക്നോളജി വന്നതോടെ കഥ മാറി. ചെവി ക്ലീനിംഗ് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സായി മാറി. സാധാരണ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്നും വ്യത്യസ്തമായി ഈ ഓട്ടോ സെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹെഡ്ഫോൺ പോലെയുള്ള ആകൃതി തന്നെയാണ്. ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഇറിഗേഷനും മൈക്രോ സക്ഷൻ സാങ്കേതിക വിദ്യയും സംയോജിച്ച് വേഗത്തിലുള്ളതും സുരക്ഷിതവും ഫലപ്രദവുമായി ഇയർ വാക്സ് സ്വയമേവ നീക്കം ചെയ്യപ്പെടുന്നു. ക്ലിനിക്കൽ യൂസേജിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഓട്ടോ സെറ്റ് എന്നാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്പർ 9. സമാനതകളില്ലാത്ത ഫുഡ് മസാജ്. അത്യാധുനികമായ ഒരു കണ്ടുപിടുത്തമാണ് അടുത്തത്. ഇതാണ് സിമ്മോ ഫ്രീ ഫുഡ്. ഇതൊരു ഫുഡ് മസാജറാണ്. സമാനതകളില്ലാത്ത ഫുഡ് മസാജ് എന്ന ആശയത്തോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഫ്യൂച്ചറിസ്റ്റിക് ഡിവൈസ് നിങ്ങളുടെ പാദങ്ങളെ ഷൂസ് പോലെ ആവരണം ചെയ്യുന്നു. ഉപയോക്താവിന് അത്യധികം സുഖം പ്രദാനം ചെയ്യുന്നു. ഷൂസ് പോലെ കാലിൽ അണിയാവുന്നതുകൊണ്ട് തന്നെ മസാജിങ്ങിന് വേണ്ടി പ്രത്യേകം സമയം മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ഓഫീസ് വർക്കിനിടയിലും വിശ്രമവേളകളിലും സിമ്മോ ഫ്രീ ഫുഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്മാർട്ട് വിയറബിൾ ഫുഡ് മസാജർ നിങ്ങളുടെ വേദനിക്കുന്ന പാദങ്ങൾക്ക് സുഖമുള്ള വിശ്രമം നൽകുന്നു. 43 മസാജ് ബോൾസ് ആണ് ഇതിലുള്ളത്. നിങ്ങളുടെ പാദങ്ങളുടെ എല്ലാ ഭാഗത്തും ഒരു പ്രൊഫഷണൽ മസാജറെ പോലെ തന്നെ ഇത് മസാജ് ചെയ്യുന്നു. ഈ മസാജർ ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇടണേ. 2000 ലൈക്സ് ആകാൻ ഇവിടെ ഒരെണ്ണം പൂശിക്കുമെന്ന. നമ്പർ 8. പാർക്കിംഗ് റോബോട്ട്. അവധി കിട്ടുന്ന ദിവസം ഷോപ്പിങ്ങിനിറങ്ങിയാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കണ്ടെത്തുക എന്നത് ഏതൊരു ആളെ സംബന്ധിച്ചും തലവേദന പിടിച്ച ഒരു പണി തന്നെയാണ്. സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇനി നേരം കളയണ്ട. ഇനി മുതൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാർക്കിങ്ങിനായി പാഴാക്കേണ്ടതില്ല. ഈ സ്മാർട്ട് റോബോട്ട് നിങ്ങൾക്ക് വേണ്ടി ആ പണി ചെയ്യും. ഡ്രൈവർക്ക് കാർ പാർക്കിംഗ് ഗ്യാരേജിന് മുന്നിലുള്ള ഒരു ട്രാൻസ്ഫർ പോയിന്റിൽ കൊണ്ടിടുകയേ വേണ്ടൂ. ആക്ടിവേറ്റ് ആയ പാർക്കിംഗ് റോബോട്ട് വാഹനത്തിന്റെ ടയറിനടിയിലേക്ക് കയറുകയും വാഹനം പിന്നീട് ഈ ബാരിയേഴ്സിലൂടെ യാന്ത്രികമായി ഓടുന്നു. ഫ്രീ ആയി പാർക്കിംഗ് സ്പേസ് ഡിറ്റക്ടേഴ്സ് കണ്ടെത്തി വാഹനം പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം റോബോട്ടുകൾ തിരികെ പോകുന്നു. സിമ്പിൾ. ആഹാ, ഇത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലും ഈ പാർക്കിംഗ് റോബോട്ട് വന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്പർ 7. ശാസ്ത്രം വിരൽത്തുമ്പിൽ. ഡൈനാമിക് ഷേപ്പ് ഡിസ്പ്ലേ ടെക്നോളജി എന്ന നൂതന സാങ്കേതിക വിദ്യയുടെ വരവോടെ ഡിജിറ്റൽ ഇൻഫർമേഷൻ കണ്ടും കേട്ടും അനുഭവിക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് സൂചന തരുന്നത്. ഒരു സ്ക്രീനിലുള്ള ഡിജിറ്റൽ രൂപത്തിന് പുറത്തുള്ള ഒരു വസ്തുവിനെ സ്ക്രീനിലുള്ള ആളുടെ ആക്ഷൻ അനുസരിച്ച് പുറത്തുള്ള വസ്തുവിനെ നിയന്ത്രിക്കാൻ കഴിയും. അതായത് നേരിട്ട് കൈകൊണ്ട് തൊടാൻ കഴിയുന്നതുപോലെ ഒരു വസ്തുവിനെ നിയന്ത്രിക്കാവുന്ന സൗകര്യം ഈ ടെക്നോളജി യാഥാർത്ഥ്യമാക്കുന്നു. അങ്ങനെ തിയേറ്ററിൽ പോയി 3D ഗ്ലാസ് വെച്ച് സിനിമ കാണുന്ന ഫീല് ഒരു കണ്ണാടിയുടെ സഹായമില്ലാതെ ഡൈനാമിക് ഷേപ്പ് ഡിസ്പ്ലേ വഴി കിട്ടുന്നു. വിദൂരത്ത് നിന്ന് ഒരു വ്യക്തിക്ക് ഡൈനാമിക് ഷേപ്പ് സ്ക്രീനിൽ ഇരിക്കുന്ന ഏതൊരു വസ്തുവുമായും നേരിട്ട് സംവദിക്കാനാകും. സ്ക്രീനിന് മുന്നിലുള്ള വ്യക്തിയുടെ കൈയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഡൈനാമിക് ഡിസ്പ്ലേയിലെ വസ്തുവും ചലിക്കുന്നു. ഇതിൽ അത്യാധുനിക ഷേപ്പ് ഡിസ്പ്ലേ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നേരിട്ടുള്ള സ്പർശനത്തിലൂടെ വേരിയബിൾ കാഠിന്യം റെൻഡറിങ്ങും തത്സമയം ഉപയോക്തൃ ഇൻപുട്ടും പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി വീടിന് വെളിയിലാണെങ്കിലും വീട്ടിലുള്ള TV റിമോട്ട് പ്രവർത്തിപ്പിക്കുക എന്നത് വിദൂരമല്ല. കാലം പോയ പോക്കേ. വ്യത്യസ്തമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 6. ബലൂൺ ചക്രങ്ങൾ. റോഡിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ സ്വപ്നവും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നോക്കൂ, ഈ ട്യൂബുകളിൽ എയർ നിറയ്ക്കുന്നതോടെ ഇവ ബലൂൺ പോലെ വീർത്തുവരുന്നു.
ബലൂൺ പോലെയുള്ള ഈ വീലുകൾ ശരിക്കും ഒരു കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയല്ലേ? സൈക്കിളിന് മോഡിഫിക്കേഷൻ നടത്തിയതുപോലുള്ള ഈ ഗ്ലൈഡിംഗ് വെഹിക്കിളിലെ യാത്ര ശരിക്കും വിചിത്രമായൊരു അനുഭവം തന്നെയായിരിക്കും. അൾട്രാ സ്മോൾ ഹോവർക്രാഫ്റ്റ് പ്രോട്ടോടൈപ്പിന്റെ ലബോറട്ടറിയിൽ നടത്തിയ ഒരു പരീക്ഷണമാണിത്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാഫ്റ്റാണ് ഇവരുടെ പരീക്ഷണ ലക്ഷ്യം. ഈ സ്ലൈഡിംഗ് വെഹിക്കിളിൽ ഒരു സവാരി നടത്താൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ഈ ഗ്ലൈഡിംഗ് വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്പർ 5. പഞ്ചസാര നിറച്ച പേനയോ? മധുരം ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? ബേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര ഏറെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, പ്രത്യേകിച്ചും പഞ്ചസാര ഉരുക്കിയുണ്ടാക്കുന്ന കാരമൽ. പക്ഷേ കാരമൽ ചൂടോടെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക എന്നത് ഒരു വലിയ ടാസ്ക് ആണ്. ചൂടോടെ ചെയ്തില്ലെങ്കിൽ അത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല, കട്ട പിടിക്കും. അപ്പോ പിന്നെ എന്താണ് ഒരു മാർഗം? നോക്കൂ, കൈ പൊള്ളാതെ തന്നെ ചൂട് കാരമൽ ഈസിയായി സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പേനയാണിത്. ഷെഫ് ഡൂഡ്ലർ എന്നാണ് ഈ സ്പെഷ്യൽ പേനയുടെ പേര്. പേനയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇവയിൽ എഡിബിളായ ഈ ഷുഗർ സ്റ്റിക്സ് ഇട്ട് ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, കേക്കിന് മുകളിൽ ഇരിക്കുന്ന ഈ സുന്ദരമായ ഈഫിൽ ടവർ ഷെഫ് ഡൂഡ്ലർ കൊണ്ട് നിർമ്മിച്ചതാണ്. ഷെഫ് ഡൂഡ്ലർ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയാക്കി മാറ്റും. ഇതുകൊണ്ട് കസ്റ്റം ഷേപ്സും സ്റ്റെൻസിലുകളും ഉണ്ടാക്കിയെടുക്കാം. വളരെ നൂതനവും സൗകര്യപ്രദവുമായ ഈ ഷെഫ് ഡൂഡ്ലർ ബേക്കിംഗിൽ പുലിയായ നിങ്ങളുടെ സുഹൃത്തിന് വാങ്ങിക്കൊടുക്കുന്നേ 4000 രൂപയോളം വരും ഇതിന്. നമ്പർ 4. ഇത് വെറും ബാഗ് അല്ല. വിവിധ വലിപ്പത്തിലും ഡിസൈനിലും 100 കണക്കിന് ബാഗുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ബസ്സിലും മറ്റും നിന്ന് യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ നിന്നൊരു സാധനം എടുക്കണേൽ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ? പക്ഷേ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്ന ഡിസൈനിലുള്ള ഒരു ബാഗ് വിപണിയിൽ വന്നിട്ടുണ്ട്. ബാഗ് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വുൾഫ് പാക്ക് മോഡ്യൂള എന്ന ബാഗ് നിർമ്മാണ കമ്പനി. ഈ ബാഗ് ഉപയോഗിക്കുന്നത് വഴി 3 രീതിയിലുള്ള ഫ്രീഡംസ് ആണ് കമ്പനി ഉപയോക്താക്കൾക്ക് നൽകുന്നത്. അതിൽ ആദ്യത്തേത് ഫ്രീഡം ഓഫ് ഫ്രണ്ട് ആക്സസ്, അതായത് ബാഗ് തോളിൽ നിന്നും അഴിക്കാതെ തന്നെ ബാഗ് കയ്യിലെടുക്കാനും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനും സാധിക്കും. അതായത് ഓരോ ദിവസത്തെയും ബാഗിന്റെ ലേ ഔട്ട് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. പോരാത്തതിന് സാധനങ്ങൾ വെക്കാൻ അഡീഷണൽ പൗച്ച് ഉള്ളതിനാൽ എല്ലാ സാധനങ്ങളും കൃത്യമായി ഒരുക്കി വെക്കാം. യാത്രകൾക്കാണെങ്കിലും റെഗുലർ യൂസിനാണെങ്കിലും വുൾഫ് പാക്ക് മൊഡ്യൂള ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. നമ്പർ 3. മുട്ടിലിരിക്കാവുന്ന കസേര. ദീർഘനേരം മുട്ടുകുത്തിയിരുന്ന് ജോലി ചെയ്യുക എന്നത് ഏറെ പ്രയാസമാണ്. പക്ഷെ മണിക്കൂറുകളോളം നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു യമണ്ടൻ കണ്ടുപിടുത്തമാണ് അടുത്തത്. മുട്ടിൽ വെക്കാവുന്ന നീ ക്യാപ്പുകളെ പോലെ മുട്ടിൽ കെട്ടിവെക്കാവുന്ന നീ സീറ്റുകളാണിവ. മുട്ടിന്റെ ഭാഗത്ത് മൃദുവായ സ്പോഞ്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നൽകിയിരിക്കുന്ന സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് കൃത്യമായി കെട്ടുകയേ വേണ്ടൂ. ഒരേ സമയം നീ പ്രൊട്ടക്ഷനും കംഫർട്ടും പ്രദാനം ചെയ്യുന്നു. നടുവിനും പ്രശ്നം വരില്ല. ഇവ ഒരു ജർമ്മൻ കമ്പനിയാണ് വിപണിയിൽ ഇറക്കിയത്. 1.8 കിലോഗ്രാം വരുന്ന ഇവ അലുമിനിയം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൂപ്പർ കംഫർട്ടബിൾ ആയ ഈ മിനി ചെയർസ് ഉണ്ടെങ്കിൽ മുട്ടും കുത്താം, ഇരിക്കുകയും ചെയ്യാം. ആഹാ, ഒരു വെടിക്ക് 2 പക്ഷി. ഇത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? കൂർക്കം വലി കുറയ്ക്കും യന്ത്രം. കൂർക്കം വലി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഇതാ കൂർക്കം വലിക്കൊരു സൂപ്പർ സൊല്യൂഷൻ. രാത്രി കിടക്കുമ്പോൾ മൂക്കിൽ വെക്കാവുന്ന ഒരു ഡിവൈസ് ആണിത്. മൈക്രോ CPAP ആന്റി സ്നോറിംഗ് ഡിവൈസ് എന്നാണ് ഇതിന്റെ പേര്. മൂക്കിലേക്ക് എയർ പമ്പ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന തത്വം. കൂർക്കം വലി കുറയ്ക്കുക മാത്രമല്ല, സുഖമായ ഉറക്കം ലഭിക്കുമെന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നമ്പർ 2. ശരീരത്തിനകത്ത് റോബോട്ടോ? കണ്ണടച്ച് തുറക്കും മുൻപാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. ഈ മാസോ ചെയിൻ അഥവാ മാഗ്നറ്റിക് സോഫ്റ്റ് റോബോട്ടിക് ചെയിൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. സ്വിറ്റ്സർലാൻഡിൽ നിന്നുമുള്ള ഡിസൈനേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ഈ സർജിക്കൽ ഡിവൈസ് മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയവയാണ്. ഈ സർജിക്കൽ എക്വിപ്മെന്റിന് ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് മാറാൻ സാധിക്കും. ഈ ഡിവൈസിന്റെ ചില ഭാഗങ്ങൾ 3D പ്രിന്റഡ് ആണ്. ഇത് ക്യാമറ പോലുള്ള മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സിന്റെ ഈസി അഡാപ്റ്റേഷന് സഹായിക്കുന്നു. മാത്രവുമല്ല, ചെറിയ ദ്വാരത്തിലൂടെ ഈ ഡിവൈസ് ശരീരത്തിനകത്ത് കയറ്റാം. രോഗിയുടെ ശരീരം കീറി മുറിക്കാതെ തന്നെ സർജറി നടത്തുവാൻ ഇതുവഴി സാധിക്കും. സർജറി എന്ന് കേൾക്കുമ്പോഴേ മുട്ടിടിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇത്തരമൊരു സംവിധാനം തീർച്ചയായും ഒരു ആശ്വാസമാണ്. മെഡിക്കൽ രംഗത്ത് ഈ കണ്ടുപിടുത്തം വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. നമ്പർ 1. പുല്ലരിയുന്ന വണ്ടി. പണ്ടൊക്കെ വിളഞ്ഞു നിൽക്കുന്ന വയലിൽ പണിക്കാരെല്ലാം ചേർന്ന് പുല്ലരിയുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പക്ഷേ റേക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഈ പുല്ലരിയൽ അതിലും രസകരമല്ലേ? നിമിഷ നേരം കൊണ്ടല്ലേ പുല്ല് മുഴുവൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇവയുടെ ചക്രം പോലുള്ള ബ്ലേഡുകൾ അതിവേഗത്തിൽ കറങ്ങുന്നത് തന്നെ എന്ത് രസമാണ്. ഇത് കറങ്ങുമ്പോൾ ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നില്ലേ? ഒരുപാട് പേര് ചെയ്യേണ്ട പണി നിമിഷ നേരം കൊണ്ടല്ലേ ഈ മെഷീൻ ചെയ്തു തീർക്കുന്നത്. ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം.
ടൈം ഈസ് പ്രീഷ്യസ്. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? നിങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തില്ലേ? ഇന്ന് കണ്ടതിൽ നിങ്ങളെ അതിശയിപ്പിച്ച കണ്ടുപിടുത്തം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ടോപ്പിക്സ് കമന്റിൽ ചേർക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. മറ്റൊരു തട്ടുപൊളിപ്പൻ എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.